പരിശുദ്ധ അമ്മ, നമ്മുടെ മരിയൻ മാതൃവേദിയുടെ സ്വർഗീയ മധ്യസ്ഥ. പരിശുദ്ധ അമ്മ നമുക്കേവർക്കും വഴികാട്ടിയും അഭയകേന്ദ്രവുമാണ്. വിനയവും ആർദ്രതയും ഭീരുക്കളുടെ ഗുണങ്ങളല്ല, മറിച്ച് ശക്തരുടെ പുണ്യങ്ങളാണെന്ന് അമ്മയിൽ നിന്ന് നാം കാണുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി അഗാധമായിരുന്നു. രക്ഷകന്റെ സഹകാരി എന്നാണ് പരിശുദ്ധ അമ്മയെ പാപ്പ വിശേഷിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയിലുള്ള പൂർണ്ണമായ വിശ്വാസത്തിന്റെ അടയാളമായി തോത്തൂസ് തൂസ്, പൂർണ്ണമായും അങ്ങയുടേത് എന്ന വാക്യമാണ് തന്റെ ജീവിതത്തിന്റെ മുദ്രാവാക്യമായി പാപ്പ തിരഞ്ഞെടുത്തത്. എല്ലാ കാര്യങ്ങളിലും ദൈവതിരുമനസ്സിനെ കീഴടങ്ങുവാൻ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാ പ്രത്യാശ അസ്തമിച്ചു എന്ന് തോന്നുമ്പോൾ പോലും ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നേറുവാൻ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉപയോഗിക്കാവുന്ന ശക്തമായ ആയുധമാണ് ജപമാല. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന ഓരോ തവണ നാം ചൊല്ലുമ്പോഴും പരിശുദ്ധ അമ്മ നമ്മോടൊപ്പമുണ്ട് എന്ന ഉറച്ച വിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. പരിശുദ്ധ അമ്മയിൽ ദൈവികവും മാനുഷികവുമായ കുറെ ഏറെ പുണ്യങ്ങളാണ് നാം കാണുന്നത്. പരിശുദ്ധ അമ്മയുടെ മാനുഷികതയെയും ദൈനംദിന ജീവിതത്തിലെ ഇടപെടലുകളെയും ശാന്തവും മാതൃസ്നേഹവും നിറഞ്ഞ വിപ്ലവകരമായ ശക്തിയെയും ഫ്രാൻസിസ് പാപ്പ പലപ്പോഴും എടുത്തു പറയുന്നു. മദർ ഓഫ് ടെൻഡർനെസ് ആൻഡ് ദ റോഡ് ടു ഗോഡ് എന്നാണ് പാപ്പ മറിയത്തെ വിശേഷിപ്പിക്കുന്നത്. ദൈവം നമ്മിലേക്ക് എത്താൻ തെരഞ്ഞെടുത്ത പാതയാണ് പരിശുദ്ധ മറിയം. നാം ദൈവത്തിലേക്ക് സഞ്ചരിക്കുവാനുള്ള പാതയും പരിശുദ്ധ മറിയം തന്നെ. പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് യേശുവിലേക്ക് മുന്നേറാൻ നമുക്ക് കൂടുതൽ അടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും ദൈവം വസിക്കുന്ന ഇടമായി മാറുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അതിനായി പരിശ്രമിക്കാം. മരിയൻ മാതൃവേദിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.